സിൻഡോറൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളെ കാത്ത് സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അടിയന്തരമായിട്ട് ചില സന്ദേശങ്ങൾ നൽകുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി അത് സംഭവിക്കുമോ, അത് നടക്കുമോ, യെസ് ഓർ നോ എന്ന ഒരു കാര്യം ആണ് അറിയേണ്ടതെങ്കിൽ, അത് ശരിയാണോ തെറ്റാണോ, അത് നടക്കുമോ നടക്കാതിരിക്കുമോ, അതിന് സാധ്യത എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ ചോദ്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഡെക്കിൽ നിന്ന് എടുക്കുന്ന 3 കാർഡുകൾ എടുക്കും. അതിൽ ഒന്ന് നിങ്ങൾ പിക്ക് ചെയ്യുക, നിങ്ങളുടെ ചോദ്യം മനസ്സിൽ വിചാരിക്കുക, നിങ്ങൾക്കുള്ള ഉത്തരം, അടിയന്തരമായിട്ട് നിങ്ങൾ അറിയേണ്ട ഉത്തരം ഏഞ്ചലിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഇതേ പ്രോസസ്സിലൂടെ ഞാൻ എടുക്കുന്ന 3 കാർഡുകളിൽ നിന്നും നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് പിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്കുള്ള ഉത്തരം ഏഞ്ചൽസ് നൽകിയിട്ടുണ്ടാകും. പൊതുവായിട്ട് ഈ റീഡിംഗ് കാണുന്ന പ്രേക്ഷകർക്ക് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നൽകുന്നത് എന്ന് ഇതുപോലെ തന്നെ 3 വ്യത്യസ്ത കാർഡുകളായിട്ടെടുത്ത് അതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ കാർഡിൽ നിങ്ങൾ അറിയേണ്ട അടിയന്തരമായിട്ടുള്ള സന്ദേശം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കാര്യം ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങളുടെ ചോദ്യം ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ 3 കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണ്, എന്തിനെ കുറിച്ചുള്ള സമയമാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, എന്താണ് നിങ്ങൾക്ക് ലഭിക്കേണ്ട, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യത്തിന് ലഭിക്കേണ്ട ഗൈഡൻസ് എന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ കാർഡ് പിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അറിയേണ്ട അവരുടെ മനസ്സിലുള്ള ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചോദ്യത്തിന് എന്ത് ഡയറക്റ്റ് ആൻസർ ആണ് അവരുടെ ഗാർഡിയൻ ഏഞ്ചൽ നൽകുന്നത്. ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2 ആൻഡ് ഫയൽ നമ്പർ 3 കാണാമോ? നിങ്ങൾക്ക് പിക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ കൂടി ആഡ് ചെയ്യാം. നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്രിസ്റ്റൽ നോക്കി കൂടി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫയൽ പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫയൽ നമ്പർ 1 റെഡ് ജാസ്പർ, ഫയൽ നമ്പർ 2 ഗ്രീൻ അവഞ്ചറിൻ, ഫയൽ നമ്പർ 3 വൈറ്റ് ആഗറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ നിങ്ങളുടെ സോഡിയക് സൈൻ ഏതാണെന്ന് വെച്ചാൽ, അതായത് സൺ, മൂൺ, റൈസിംഗ്, ഇതിൽ ഏതെങ്കിലും സൈൻ വെച്ചിട്ടും നിങ്ങൾക്ക് പിക്ക് ചെയ്യാവുന്നതാണ്. 4 നോക്കാം. ഓക്കെ, ക്യാൻസർ, വിർഗോ, സാജിറ്റേറിയസ്, ഏരീസ്. ഇതാണ് ഫയൽ നമ്പർ 1. സാജിറ്റേറിയസ്, ഏരീസ്, ക്യാൻസർ, വിർഗോ. ഫയൽ നമ്പർ 2 ലീബ്ര, കാപ്രിക്കോൺ, ലിയോ ആൻഡ് അക്വേറിയസ്. ഫയൽ നമ്പർ 3 പൈസസ്, സ്കോർപിയോ, ജെമിനൈ ആൻഡ് ടോറസ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് റെഡ് ജാസ്പർ, സാജിറ്റേറിയസ്, ഏരീസ്, ക്യാൻസർ ആൻഡ് വിർഗോ, ഇതാണ് ഫയൽ നമ്പർ 1. ഫയൽ നമ്പർ 2 ഗ്രീൻ അവഞ്ചറിൻ, ലീബ്ര, ലിയോ, കാപ്രിക്കോൺ, അക്വേറിയസ്. ഫയൽ നമ്പർ 3 വൈറ്റ് ആഗറ്റ്, പൈസസ്, സ്കോർപിയോ, ടോറസ് ആൻഡ് ജെമിനൈ. ഇതിൽ ഏത് ഫയലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് നോക്കൂ. അതിനെ നിങ്ങളുടെ മനസ്സിലുള്ള ആ യെസ് ഓർ നോ ക്വസ്റ്റ്യനും കൂടി ചിന്തിച്ചുകൊണ്ട് ഫയൽ തിരഞ്ഞെടുക്കൂ. നിങ്ങൾക്കുള്ള ആൻസർ ഇതാ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും ഏഞ്ചൽ എന്താണ് നൽകുന്നതെന്ന് ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഫയൽ നമ്പർ 1. ഫയൽ നമ്പർ 1 തിരഞ്ഞെടുത്ത ആളുകൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഉത്തരം നിങ്ങളുടെ ചോദ്യത്തിന് യെസ് എന്നാണ്. ഈ യെസിന്റെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു സാധാരണ എസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് യെസ് ഓർ നോയിൽ യെസ് എന്ന് നോർമലി ഒരു സിമ്പൽ ഇല്ലാതെ, ആശ്ചര്യചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം
നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്നാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടി സീക്ക് ചെയ്യാവുന്നതാണ്. അതിനെപ്പറ്റി കൂടുതൽ ക്ലാരിഫിക്കേഷൻ എടുക്കാവുന്നതാണ് എന്നൊരു ഓപ്ഷൻ അതിലുണ്ട്. എന്നാൽ ഈ യെസിന്റെ ഈ കാർഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു ഓപ്ഷനെ പറ്റിയും ആലോചിച്ച് സമയം കളയേണ്ടതില്ല. നിങ്ങൾ എടുത്ത തീരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം അത് ഒരു ഉറച്ച യെസ് ആണ്. മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതൊരു 100% യെസ് ആണ്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പദ്ധതി ആണ്, ഒരു പ്ലാൻ ആണുള്ളതെങ്കിൽ നിങ്ങളുടെ പദ്ധതികളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. അതൊരു ഷുവർ ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുയോജ്യമായ കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ മുന്നിൽ വെച്ചിട്ടാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകണോ അങ്ങനെയുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ അതൊരു ഏറ്റവും കൃത്യമായ അനുയോജ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നതെന്നാണ് ഇതിന്റെ അർത്ഥം. എങ്കിലും ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അത് ചലഞ്ചസ് നിറഞ്ഞതായിരിക്കാം, വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാം. നിങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം ഭയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ സങ്കടകരമോ ആണെങ്കിൽ പോലും, ഇനി അങ്ങനെയാണെന്നല്ല അർത്ഥം, ഇനി അങ്ങനെ ഒരു വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിൽ പോലും ജീവിതത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന രീതിയിലും സ്വയം സ്നേഹിച്ചുകൊണ്ടും നിങ്ങളുടെ പദ്ധതികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ അതൊരു നല്ല തീരുമാനം, നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള ഒരു തീരുമാനം തന്നെ ആയിരിക്കും. ഓരോ ചുവടിലും നിങ്ങളുടെ കാവൽ മാലാഖമാർ, ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ സ്റ്റെപ്പും വെക്കണം. കാരണം ഏഞ്ചൽ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണമെങ്കിൽ നമ്മൾ അത് സീക്ക് ചെയ്യണം, നമ്മൾ ആവശ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആരുടെ സഹായമാണ് വേണ്ടതെങ്കിലും, ഏഞ്ചലിന്റെ ആണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയോ ആരുടെയാണോ ഹെൽപ്പ് വേണ്ടത് ആ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ നിങ്ങൾ ഒട്ടും മടി വിചാരിക്കരുത് എന്നുകൂടി ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഫയൽ നമ്പർ 2. ലീബ്ര, ലിയോ, അക്വേറിയസ്, കാപ്രിക്കോൺ ഒക്കെ എടുത്തിരിക്കുന്ന ഫയൽ നമ്പർ 2 ലഭിച്ചിരിക്കുന്ന ഉത്തരം റീകൺസിഡർ എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം സംബന്ധിച്ച് യൂണിവേഴ്സ് പറയുന്നത് റീകൺസിഡർ ചെയ്യാൻ വേണ്ടിയാണ്. റീകൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം കൂടി മാറ്റിമറിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലല്ല അതിവിടെ വന്നിരിക്കുന്നത്. കുറച്ചുകൂടി അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, റീഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പദ്ധതി, ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, അതിനെപ്പറ്റിയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ആ പ്ലാനിൽ വീണ്ടും വിലയിരുത്തേണ്ട ഒരു വശമുണ്ട് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. കുറച്ച് സമയം കൂടിയെടുത്ത് അതിലൂടെ, ആ പ്രൊപ്പോസലിലൂടെ അല്ലെങ്കിൽ ആ ചിന്തയിലൂടെ, ആ പ്രൊജക്റ്റിലൂടെ, അതിന്റെ നിർദ്ദേശങ്ങളിലൂടെ വിശദമായി ഒന്ന് കടന്നു പോകാൻ നിങ്ങൾ കുറച്ച് സമയം കൂടി നീക്കി വെക്കുക, അല്ലെങ്കിൽ അത് കൂടി എടുത്ത് വിശദമായിട്ടൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു പ്രൊജക്റ്റ് ആവണമെന്നില്ല. എന്നാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്, ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത് ശരിയാകുമോ എന്നാണ് ആ ചോദ്യമെങ്കിൽ റീകൺസിഡർ ചെയ്യാൻ പറയുന്നത് ആ ബിസിനസ് ചെയ്യേണ്ടത് പുനഃപരിശോധിക്കും, അത് വേണ്ടെന്ന് വെക്കൂ എന്നല്ല. ആ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ, അതിലിനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഞാൻ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി, നിങ്ങൾ ഇതുവരെ കാണാത്ത എന്തെങ്കിലും ഒരു വശങ്ങൾ കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടാകും എന്നുള്ള രീതിയിലാണ്. ഒരു നോ അല്ല ഇത്. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായും നിഷ്പക്ഷവുമായ അഭിപ്രായം തരാൻ സാധിക്കുന്ന വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്തുമായോ ഒരു ഉപദേശകനുമായോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക എന്നൊരു നിർദ്ദേശം ഇവിടെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യത്തെ ഫയലിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ വഴി നടത്തുന്നതിനായി, നിങ്ങൾക്കൊരു വെളിച്ചമായി എപ്പോഴും നിങ്ങളുടെ ഏഞ്ചൽസ് കൂടെയുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, ഒരു ക്ലാരിറ്റി ആണോ, അല്ലെങ്കിൽ ഇതിൽ എന്താണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, വേണ്ടത്, അത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആവശ്യപ്പെടാതെ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി അവർ പ്രവർത്തിക്കില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റം ജീവിതത്തിൽ വരുത്താൻ പറ്റിയ ഒരു സമയമല്ല ഇത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുന്നതിനെ പറ്റിയാണെങ്കിൽ അതിന് പറ്റിയൊരു സമയമല്ല. ആരംഭിക്കാൻ, ഞാനിപ്പോ ഈ ആഴ്ച ആരംഭിക്കട്ടെ എന്തെങ്കിലും ഒരു കാര്യം എന്നാണ് ചോദിച്ചതെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം എന്നൊരു സൂചന കൂടി. അതായത് ഒരു ലൈഫിൽ ഒരു വലിയ ചേഞ്ച്, ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ പാകപ്പെടുന്ന അല്ലെങ്കിൽ അതിന് പോകുന്ന ഒരു കാര്യമാണ് മനസ്സിലുള്ളതെങ്കിൽ അതിന് പറ്റിയ സമയമല്ല എന്നാണ്. ഇതിലും നല്ലൊരു സമയം വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ മറ്റൊരു തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയും. അതുകൊണ്ട് കുറച്ചുകൂടി സമയം ആ കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ,
ഫയൽ നമ്പർ 3 വൈറ്റ് ആഗറ്റ്, പൈസിസ്, സ്കോർപിയോ, ടോറസ് ആൻഡ് ജെമിനി എടുത്തിരിക്കുന്ന ആളുകൾക്ക് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന മറുപടി എന്ന് നോക്കാം. ഡോണ്ട് സ്റ്റോപ്പ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അവസാനിപ്പിക്കരുതെന്നാ പറയുന്നത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഞാനിത് മതിയാക്കട്ടെ എന്നാണ് നിങ്ങളുടെ ഒരു ചോദ്യമെങ്കിൽ, ഞാനിത് അവസാനിപ്പിക്കട്ടെ എന്നാണ് ചോദ്യമെങ്കിൽ അവസാനിപ്പിക്കരുത് എന്നാണ് മറുപടി. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഞാനിവിടെ നൽകുന്ന ക്ലൂസ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത് തോറ്റു കൊടുക്കാനോ പ്രതീക്ഷ കൈവിടാനോ ഉള്ള സമയമല്ല, എന്തെങ്കിലും ഒരു കാര്യം അവസാനിപ്പിക്കാനുള്ള സമയമല്ല, എന്തെങ്കിലും ഒന്ന് നിർത്താനുള്ള സമയമല്ല, പിന്മാറാനുള്ള സമയമല്ല. നിങ്ങളുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ എന്നിവയുടെ ദിശയിലേക്ക് തുടർന്നും മുന്നോട്ട് തന്നെ പോവുക. ചിലപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടായേക്കാം, അതുകൊണ്ട് ഗിവ് അപ്പ് ചെയ്യരുത്, അതിന്റെ പേരിൽ ഗിവ് അപ്പ് ചെയ്യരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ശരിയായ പാതയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. യു ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഈ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അതിൽ പുരോഗതി കാണാൻ സാധിക്കും. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതും നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ മറ്റുള്ളവരുടെ ഭീഷണി അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തലൊന്നും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ള നിങ്ങൾ നിൽക്കുന്ന ഒരു കാര്യത്തെ അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ, അതിന്റെ പേരിൽ ഉപേക്ഷിക്കാൻ ഇടവരരുത്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ അത്രയും ദീർഘവീക്ഷണം ഇല്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണം. അത് മറ്റുള്ളവർക്ക് ഒരു ദീർഘവീക്ഷണത്തോടെ കാര്യത്തെ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ ഒരു വലിയൊരു ജീവിതത്തിന്റെ ഒരു നല്ലൊരു കാര്യം, ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു നല്ലൊരു കാര്യം, വിജയം, അതിനെ നിങ്ങൾ പിന്തുടരാതെ ഇരിക്കരുത് എന്ന നിർദ്ദേശമാണ് ഇതിൽ നിന്നും യൂണിവേഴ്സ് നൽകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. ഫോർ സയൻസ് വെച്ച് ആദ്യം വയ്ക്കാം. 1 2 3 4 1 2 3 4 1 2 3 4. Okay. Tiger's eye, carnelian and tree agate. Okay. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യത്തിന് എന്ത് സമയമെടുക്കും, എത്ര സമയമെടുക്കും? നിങ്ങൾ എന്തൊരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ കാര്യത്തിന് എന്ത് സമയമെടുക്കും? ഫയൽ നമ്പർ 1 മനസ്സിൽ വിചാരിക്കുന്ന കാര്യം, അതിനെടുക്കുന്ന സമയപരിധി എന്താണ്? ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 2 ആൻഡ് ഫയൽ നമ്പർ 3. Yes. Carnelian, Pisces, Virgo, Leo and Aquarius. Second file, Libra, Cancer, Scorpio and Capricorn. File number 3, Aries, Gemini, Sagittarius, Taurus. Okay, Carnelian stone, Tiger's eye, tree agate. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫയല്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കും. അപ്പൊ നമ്മൾ ഫയൽ നമ്പർ 1 പോവുകയാണ്. ഓക്കെ, ഫയൽ നമ്പർ 1 മനസ്സിൽ വിചാരിച്ച ചോദ്യത്തിന് എടുക്കുന്ന സമയം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നതാണ് ലഭിച്ചിരിക്കുന്ന ഉത്തരം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അതിനുള്ള ഉത്തരം അല്ലെങ്കിൽ ആ കാര്യം നടക്കുന്നതായിരിക്കും. Okay. File number 2, this is not the right time എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കാനുള്ള ഒരു സമയമല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ശരിയായ സമയം ഇതല്ല എന്നാണ് പറയുന്നത്. ഫയൽ നമ്പർ 3, വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ്. ഫയൽ നമ്പർ 3 വിചാരിക്കുന്ന കാര്യം നടക്കുന്നതിന്
നടക്കാൻ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് നടക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഫയൽ നമ്പർ 1, ഫയൽ നമ്പർ 1, 2, 3, 4, ഫയൽ നമ്പർ 4 വന്നിരിക്കുന്നത് സ്കോർപിയോ, ജെമിനായ്, വെർഗോ ആൻഡ് ഏരീസ്. ഫയൽ നമ്പർ 2 വന്നിരിക്കുന്നത് ക്യാൻസർ, ലീബ്ര, സാജിറ്റേറിയസ് ആൻഡ് പൈസസ്. ഫയൽ നമ്പർ 3 വന്നിരിക്കുന്നത് ലിയോ, അക്വേറിയസ്, കാപ്രിക്കോൺ ആൻഡ് ടോറസ്. ഓക്കെ, നമുക്കതിന് ബ്ലാക്ക് ഒബ്സീഡിയൻ, ക്ലിയർ ക്രിസ്റ്റൽ ആൻഡ് സോഡലൈറ്റ്, ഈ 3 ക്രിസ്റ്റൽസ്. ഫയൽ നമ്പർ 1 തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ഫയൽ നമ്പർ 1ന് എന്ത് ഗൈഡൻസ് ആണ് അവരുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നൽകുന്നത്? ഫയൽ നമ്പർ 1 ഇപ്പോൾ എന്ത് കാര്യം അറിയണമെന്നാണോ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് അത് സംബന്ധിക്കുന്ന ഗൈഡൻസ് ആണ്. അത് സംബന്ധിക്കുന്ന എന്ത് ഗൈഡൻസ് ആണ് ഗാർഡിയൻ ഏഞ്ചൽസ് നൽകുന്നത്? ഇത് ഫയൽ നമ്പർ 1 റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയൽ നമ്പർ 2ലേക്ക് പോവാം കേട്ടോ, അല്ലെങ്കിൽ ആ എനർജി ലിമിറ്റ് ചെയ്യുന്നതായി പോകും. നമുക്ക് ആദ്യം കിട്ടിയത് റിക്കവറിയാണ്, മെഡിറ്റേഷൻ ആൻഡ് കോംപ്രമൈസ്. ഫയൽ നമ്പർ 1ന് യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഫയൽ നമ്പർ 1 തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രേക്ഷകരോട് യൂണിവേഴ്സ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരു ഹീലിംഗിന്റെ, മുറിവുണങ്ങുന്നതിന്റെ ഒരു കാലഘട്ടമാണ്, ഒരു ആശ്വാസത്തിന്റെ, രോഗമുക്തിയുടെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രയാസകരമായ വികാരങ്ങളും മാനസിക വിഷമങ്ങളും മോശം സമയവും ഈ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ഇല്ലാതാവും. ഇപ്പോൾ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും സന്തോഷം നിറഞ്ഞൊരു ഫ്യൂച്ചർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ തൽക്കാലം നിങ്ങളുടെ കരുത്ത് വീണ്ടെടുക്കാൻ ആവശ്യമായത്ര സമയം പൂർണ്ണമായിട്ടും എടുക്കുക. നിങ്ങളെ റിക്കവറി ചെയ്തെടുക്കാൻ ആവശ്യമായ സമയം എത്രയാണോ അത് എടുത്ത് തന്നെ നിങ്ങൾ റിക്കവറായി വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ഏതാണ്ട് അവസാനിക്കാറായി, അല്ലെങ്കിൽ ഇതിനകം തന്നെ പൂർണ്ണമായി എന്ന ഒരു അർത്ഥവും ഈ കാർഡിന് വന്നേക്കാം. ഇനി ഒരു റിക്കവറിയുടെ സ്റ്റേജാണ്, ദുരിതകാലം കഴിഞ്ഞു. അതിന് ഈശ്വരനോട് അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു എനർജിയോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അലൈൻഡ് ആയിട്ട് നിൽക്കുന്നത്, ആ എനർജിയോട്, യൂണിവേഴ്സിനോട്, ഈശ്വരനോട്, ദൈവത്തോട് നന്ദി പറയുക. ഒപ്പം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ആവേശകരമായ ഘട്ടത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനാവശ്യമായ കാര്യങ്ങൾ, ഒരു ഗൈഡൻസ് മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളിലൂടെ സെൽഫ് അവയർനെസ്സിലേക്ക് നിങ്ങൾ പോയാൽ അത് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ആശങ്കകൾക്ക് നിങ്ങൾ ബുദ്ധിപരമായി, അതായത് ചിന്തിച്ച് ഒരു ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ചിലപ്പോൾ ഇതുവരെ വിജയിച്ചിട്ടുണ്ടാവില്ല. കാരണം നിങ്ങൾ തിരയുന്ന പരിഹാരങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ ലഭിക്കേണ്ടതാണ്. അത് ധ്യാനത്തിലൂടെയോ, അതായത് മെഡിറ്റേഷനിലൂടെയോ, അങ്ങനെയുള്ള ആത്മീയമായ ഒരു ഉൾചിന്തകളിലൂടെയോ ആണ് നിങ്ങളിലേക്ക് എത്തുക. നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ മാത്രമേ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. വേറെ ആരിൽ നിന്നും പരിഹാരം കണ്ടെത്താൻ നോക്കിയാൽ അത് നടക്കില്ല. നിങ്ങളെ അതിന് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചേക്കും, പക്ഷേ അത് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ രാത്രികാല സ്വപ്നങ്ങളിൽ നിന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിച്ചേക്കാം. കാരണം ഉണർന്നിരിക്കുന്ന മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്ത പരിഹാരങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്കായി അവിടെ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതുപോലെ നിങ്ങളൊരു കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് തയ്യാറാകണം. ഈ സാഹചര്യത്തിൽ സന്തോഷകരമായ ഒരു ഫലം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ഒരു കടുംപിടുത്തത്തിൽ എന്ത് കാര്യം ആയിക്കോട്ടെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ അതിൽ ഇത്തിരി മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഒരു കോംപ്രമൈസിന്റെ ആവശ്യം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രധാനം എന്നതിനെ കുറിച്ച് വ്യക്തത വരുത്താൻ സമയം കുറച്ച് അനുവദിക്കുക. അതായത് നിങ്ങൾ കുറച്ച് സമയം അതിന് കൊടുക്കുക. ഓക്കെ,
അതോടൊപ്പം നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ശ്രദ്ധിച്ച് അത് നിങ്ങൾക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നടപ്പാക്കുക. എല്ലാവർക്കും ഒരുപോലെ വിജയകരമാകുന്ന, അതായത് ആർക്കും വലിയ നഷ്ടം വരാത്ത കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഒരു മിഡിലിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു ധാരണയിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഒരുപാട് തോറ്റു കൊടുക്കേണ്ട, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ ഒരുപാട് തോൽപ്പിക്കാനും ശ്രമിക്കേണ്ട. ഒരു പരിധിയിൽ നിൽക്കുക, ഒരു മീഡിയം, ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന തരത്തിലുള്ള സഹകരണങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക. അപ്പൊ കുഴപ്പമില്ലല്ലോ. നമ്മളൊരു നഷ്ടവും വരുത്തി വെച്ചിട്ട് ചെയ്യേണ്ട, നമ്മള് ഒരു ബാലൻസിൽ ചെയ്യുക. ഓക്കെ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം നിലപാടുകളോട് വിശ്വസ്തത പുലർത്താനും സാധിക്കുന്ന ഒരു ബാലൻസ് കണ്ടെത്താൻ നിങ്ങൾ ഒരു നിഷ്പക്ഷമായിട്ട് നിന്ന് ശ്രമിക്കുക എന്നുള്ള സന്ദേശമാണ് ഈ കാർഡുകളിലൂടെ ഒക്കെ യൂണിവേഴ്സ് നൽകുന്നത്. അതിനെ നിങ്ങൾക്ക് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്, പഴയ മുറിവുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് എല്ലാം റിക്കവർ ആകാനായിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അത് ആവശ്യത്തിന് നിങ്ങൾ എടുക്കുക, ഉപയോഗിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ മെഡിറ്റേഷൻ എന്താണ്, മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടും, ഉറങ്ങിക്കിടക്കുമ്പോൾ കിട്ടും, ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും. ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ഹയർ സെൽഫ് എന്താണ് നിങ്ങളോട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആർക്കും നഷ്ടം വരാത്ത തരത്തിലുള്ള ചില കോംപ്രമൈസുകൾക്കും കൂടി തയ്യാറാവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഫയൽ നമ്പർ 1 നൽകുന്ന ഗൈഡൻസ്. എന്താണ് ഫയൽ നമ്പർ 2 തിരഞ്ഞെടുത്ത പ്രേക്ഷകർക്ക് യൂണിവേഴ്സ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നൽകുന്ന നിർദ്ദേശം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? Forgiveness, trust, remain positive. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ, ഫ്യൂച്ചർ സെൽഫ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ എന്ത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, കഠിനമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും പാലിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും തയ്യാറാകുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആർക്കെങ്കിലും ക്ഷമ കൊടുക്കാൻ, ആരോടെങ്കിലും ക്ഷമിക്കാൻ അല്ലെങ്കിൽ മാപ്പ് നൽകാൻ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞകാല കാര്യങ്ങൾ വിട്ടുകളയുമ്പോൾ നിങ്ങളുടെ ചുമലിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നും. ഒപ്പം വലിയൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെടുകയും ചെയ്യും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത ക്രൂരതകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ സങ്കടങ്ങളും വേദനകളും മനസ്സിൽ നിന്ന് ഒഴുക്കിക്കളയാൻ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ സഹായം തേടാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുവഴി നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും, മനസ്സമാധാനം കിട്ടും. അതുപോലെ തന്നെ ഇതിലെ ഈ കാർഡ് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഊന്നി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരവരോട് ക്ഷമിക്കുക എന്നത്. ഈ കാർഡ് നിങ്ങളോട് തന്നെ ക്ഷമിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. അതായത് സ്വയം കുറ്റബോധത്തിൽ ആണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും. ആ കുറ്റബോധം ഒഴിവാക്കുക. എന്ത് കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചതിന് നിങ്ങൾ എടുത്തൊരു തീരുമാനം ആണ് കാരണമെങ്കിൽ, നിങ്ങളുടെ എന്തെങ്കിലും ഒരു തെറ്റെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണമെങ്കിൽ, അതൊന്നും നിങ്ങളെടുത്ത തീരുമാനമായിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹയർ സെൽഫ്, യൂണിവേഴ്സ് ഒരുക്കിയ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരുക്കിയ ഒരു കാരണമായിരിക്കും. അതിന്റെ പഴി മുഴുവൻ നിങ്ങൾ എടുക്കേണ്ടതില്ല. എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണം അതിന് പിന്നിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ മുൻകാലങ്ങളിൽ പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതൊരു കുറ്റബോധവും ഇനി വിട്ടുകളയാൻ സമയമായിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫലം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയില്ലെങ്കിൽ പോലും ആ സമയത്ത് നിങ്ങളുടെ പരമാവധി നിങ്ങൾ ശ്രമിച്ചിരുന്നു എന്ന കാര്യം ഓർക്കുക. സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ ലൈഫിലുണ്ടായ എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് സംഭവങ്ങളായിക്കോട്ടെ, ആ സംഭവങ്ങൾക്ക് ശേഷം നിങ്ങളെ നല്ല ഒരു വ്യക്തിയാക്കി മാറ്റാൻ സഹായിച്ച ജീവിതത്തിലെ നല്ല മാറ്റങ്ങളിൽ മാത്രം ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പൂർണ്ണമായും നിങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ, യൂണിവേഴ്സിനെ വിശ്വസിക്കേണ്ട ഒരു സമയമാണ്. ചിലപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഒരു അതെ അല്ലെങ്കിൽ അല്ല എന്നൊരു ഉത്തരം ലഭിക്കണമെന്നില്ല. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാതിരിക്കുന്നതാണ് ചില സാഹചര്യങ്ങളിൽ കൂടുതൽ നല്ലത്.
എങ്കിൽ മാത്രമേ ആ അത്ഭുതം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ മനോഹരമായി സംഭവിക്കൂ. കുട്ടികൾ ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോഴുള്ള ഒരു ആകാംക്ഷ, ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു മാന്ത്രികത ഒളിഞ്ഞിരിക്കുന്നത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഇത്തരം സന്തോഷങ്ങളിലും ഗിഫ്റ്റുകളിലുമാണ്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്കായി അത്ഭുതകരമായി എന്തോ ഒന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ പൊതിഞ്ഞുകൊണ്ട് യൂണിവേഴ്സ് പറയുന്നത്. ഇതിൽ ഒളിപ്പിച്ച് പൂർണ്ണമായും വിട്ടു പറയുന്നില്ല, സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. എന്തോ ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ യൂണിവേഴ്സിന് സാധിക്കില്ലെങ്കിലും അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാനാണ് പറയുന്നത്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. എപ്പോഴും ശുഭപ്രതീക്ഷയോടെയും നല്ല ചിന്തകളോടെയും ഇരിക്കാൻ നിങ്ങൾ സ്വയം തയ്യാറാവുക. നിങ്ങൾക്കതിന് നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അതായത് അങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് എപ്പോഴും തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിലേക്ക് നയിക്കുന്ന വളരെ അനുകൂലമായ ഒരു സാഹചര്യം എന്തായാലും ചുറ്റും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സന്തോഷത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം നിങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ പ്ലാനുകൾ നടപ്പിലാകാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാം. അങ്ങനെ തോന്നുന്നുണ്ടാവും, അതിന്റെ നിരാശയുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു മാറ്റം കാണാൻ എന്തായാലും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിൽ വരുത്തണം. മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരാൻ തയ്യാറാവണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒരു കാരണവശാലും പഴയ വിഷമങ്ങളിലോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വൈബിലോ നിങ്ങൾ നിൽക്കരുത്. പോസിറ്റീവായിട്ടിരിക്കുക, വിശ്വാസത്തോടെ ഇരിക്കുക. പഴയ കാര്യങ്ങളെ അല്ലെങ്കിൽ ദ്രോഹിച്ച ആളുകളെ, പഴയ നഷ്ടങ്ങളെ, അത് വരുത്തിയ ആളുകളെ എല്ലാവരെയും അവരോട് ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ആ എനർജിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതോടുകൂടി, ആ ക്ലച്ചസ് പിടിപ്പിക്കുന്നതോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാനായിട്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് ഒരു കാരണവശാലും പ്രതീക്ഷ കൈവിട്ട് കളയരുത് എന്നാണ് യൂണിവേഴ്സ് ഫയൽ നമ്പർ 3 ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഹൈപ്പും എല്ലാം ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ കൂടി നോക്കിയിട്ട് അത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സി യു അഗൈൻ. ബൈ. ഫയൽ നമ്പർ 3 നിങ്ങൾക്കുള്ള യൂണിവേഴ്സിന്റെ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യത്തിന് യൂണിവേഴ്സ് നൽകുന്ന ഉപദേശം എന്താണെന്നാണ് നമ്മൾ ഈ കാർഡുകളിലൂടെ നോക്കുന്നത്. കോംപ്രമൈസ്, ട്രസ്റ്റ് ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ 2 കാർഡും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെസനേറ്റ് ആയെങ്കിൽ മാത്രം. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ആ സാഹചര്യത്തിൽ സന്തോഷകരമായ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകേണ്ടത് ആവശ്യമായിട്ട് വരും. ഒരു ഒത്തുതീർപ്പ് മെന്റാലിറ്റി നിങ്ങൾക്കുള്ളത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കാര്യങ്ങൾ സോൾവ് ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രാധാന്യമുള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടി നിങ്ങൾ അനുവദിക്കുക. എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിലാണെങ്കിൽ തർക്കിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണോ, സമാധാനമാണോ മുഖ്യം എന്ന കാര്യമൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് ചിലപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറച്ച് സമയം കൂടി എടുത്ത് ഒരു വ്യക്തത വരുത്തുക. കോംപ്രമൈസ് ആവശ്യമായിട്ട് വന്നേക്കാം. അതിൽ അങ്ങനെ ഒരു കാര്യമായിട്ട് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ മുൻ നിലപാടുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാണ് എന്ന കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഒരുപോലെ വിജയകരമാകുന്ന തരത്തിലുള്ള ഒരു ധാരണയിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് അതിൽ കാണുന്നത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒരു വിൻ വിൻ ആയിട്ടുള്ള, അതായത് ആർക്കും വലിയൊരു നഷ്ടം സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു ബാലൻസിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളെ എത്തിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന തരത്തിലായിരിക്കണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങളും. അവർക്കും വലിയ പരിക്കുകളില്ലാത്ത രീതിയിൽ ഒരു സഹകരണത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ ബഹുമാനിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം നിലപാടുകളോട് നീതി പുലർത്താനും സാധിക്കുന്ന രീതിയിൽ ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ യാഥാർത്ഥ്യബോധത്തോടെ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരിക്കും നിങ്ങൾ ഈ ഫയൽ നമ്പർ 3 എടുത്ത ആളുകൾ ഓരോരുത്തരും ഉള്ളത്. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ഇതെങ്ങനെയാണ് റെസനേറ്റ് ആവുന്നത് എന്ന്
നോക്കിയിട്ട് അത് മാത്രം എടുക്കുക, ആ രീതിയിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ആണ്. ദിസ് ഈസ് എ ടൈം ഫോർ ട്രസ്റ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിൽ, നിങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഔട്ട്കം ഉണ്ടാവേണ്ടതിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വിശ്വസിക്കേണ്ട ഒരു സമയമാണ്. ചിലപ്പോഴൊക്കെ ഒരു ചോദ്യത്തിന് യെസ് ഓർ നോ, അതെ അല്ലെങ്കിൽ അല്ല എന്നൊരു ഉത്തരം, അങ്ങനെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആൻസർ ചിലപ്പോൾ യൂണിവേഴ്സിനോ അല്ലെങ്കിൽ ആർക്കോ നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു, അതായത് മുൻകൂട്ടി നമുക്ക് അങ്ങനെ പറഞ്ഞു തന്ന് എല്ലാം നമ്മളെ മനസ്സിലാക്കി തന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. വരാനിരിക്കുന്ന അത്ഭുതം നമ്മുടെ കൺമുന്നിൽ തന്നെ തെളിഞ്ഞു വരുന്നതിനായിട്ട് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി അറിയാതിരിക്കുന്നതാണ് ചില സാഹചര്യങ്ങളിലെങ്കിലും കൂടുതൽ നല്ലത് എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കുട്ടികൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവർ വലിയൊരു സന്തോഷത്തോടു കൂടിയല്ലേ, ആ ഒരു സർപ്രൈസ് ആണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ചില സർപ്രൈസുകൾ നമുക്കുണ്ടാക്കുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു മിറാക്കിളസ് ആയിട്ടുള്ള ഒരു എനർജി, ഒരു മാന്ത്രികമായിട്ടുള്ള ഒരു എനർജിയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ഇപ്പോൾ നിങ്ങളോട് കൃത്യമായിട്ട് യൂണിവേഴ്സ് പറയുന്നില്ല ബോധപൂർവമായിട്ട്. കാരണം ആ ഒരു സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഉറപ്പിച്ച് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിലൂടെ നിങ്ങളിലേക്ക് അത്ഭുതകരമായ എന്തോന്ന് അവിടെ ഏൽപ്പിച്ചുകൊണ്ടാണ് യൂണിവേഴ്സ് ഇരിക്കുന്നത്. ആ കാര്യത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നാണ് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടേണ്ട സാഹചര്യങ്ങളിൽ അതൊരു മടി പിടിച്ച്, അതിനൊരു മടിയും വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. മറ്റുള്ളവരിൽ നിന്ന് സഹായം വേണ്ട കാര്യമുണ്ടെങ്കിൽ അത് തേടാൻ തന്നെ നിങ്ങൾ തയ്യാറാവണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല. അങ്ങനെ ഒരു സ്റ്റബേൺ എനർജിയിൽ നിങ്ങൾ നിൽക്കേണ്ടതുമില്ല. സഹായത്തിനായി നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സമീപിക്കാൻ യൂണിവേഴ്സ്, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അത് നിങ്ങളുടെ ഏഞ്ചൽസിനോടാണെങ്കിലും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സഹായം ലഭിക്കും. മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിലൂടെ, അതായത് മറ്റുള്ളവർ ചിലപ്പോൾ നല്ല ആളുകളുണ്ടാവും, നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും, നമ്മൾ അകറ്റി നിർത്തിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അവരെ അനുവദിക്കുന്നതിലൂടെ വിജയത്തിനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കുകയും നിങ്ങളുടെ പ്ലാനുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്ട്സ്, പദ്ധതികൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യും. ചിലപ്പോൾ ഒരു വർക്കിൽ നമുക്കൊരു ഡ്രോയിങ് ചെയ്യണം, എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, സയൻസ് എടുത്ത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് വരക്കാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വരയ്ക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ നമുക്ക് കഴിവുണ്ടാവില്ല. അതിന് മറ്റുള്ളവരുടെ സഹായം തേടിയത് കൊണ്ട് കുഴപ്പമില്ല. അത് അറിയാവുന്ന ആളുകളോട് ചോദിക്കുക. അതേപോലെ എന്ത് കാര്യവും അറിയാവുന്ന ഒരാളോട് ചോദിച്ച് ഒരു കൊളാബറേഷനിലേക്ക് വന്നതുകൊണ്ട് കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് നീങ്ങും. അത് നമ്മുടെ ഒരു കഴിവ് കുറവ് മറ്റുള്ളവർ അറിയുമല്ലോ എന്നോർത്ത് നമ്മൾ അവിടെ ഇരുന്നാൽ നമ്മുടെ ആ കഴിവും നമുക്കുണ്ടാവില്ല. ബാക്കി നമ്മുടെ ഉള്ള കഴിവുകൾ കൂടി പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതെ നമ്മളവിടെ നമുക്കുള്ള കഴിവുകളെ പോലും പ്രദർശിപ്പിക്കാൻ കഴിയാതെ നമ്മൾ അവിടെ ഇരുന്നു പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അത് വേണ്ട, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങളിൽ അറിവുള്ള വ്യക്തികളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളും ഉൾപ്പെട്ടേക്കാം. അമിതമായി ജോലി ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം എന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാരം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു സർക്കിളിനുള്ളിൽ സ്നേഹമുള്ള സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ അങ്ങനെയുള്ള ആളുകളെ ഒപ്പം ചേർത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങളുടെ പ്ലാനുകളുമായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സന്തോഷം, ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം, ആശ്വാസവും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമന്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.